നമസ്കാരം. ഗോവയിൽ മുസ്ലിം ജനസംഖ്യ കൂടുന്നുവെന്നും ക്രിസ്ത്യാനികൾ കുറയുന്നുവെന്നുമുള്ള ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ളയുടെ പരാമർശം വിവാദത്തിൽ. എറണാകുളം കരിമാലൂർ സെന്റ് മേരീസ് പള്ളിയിലെ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു ശ്രീധരൻ പിള്ള വിവാദ പരാമർശം നടത്തുന്നത്. ഗോവയിൽ ക്രൈസ്തവർ 36-ൽ നിന്ന് 25% കുറഞ്ഞുവെന്നാണ് ശ്രീധരൻ പിള്ള പറഞ്ഞത്. മുസ്ലിം ജനസംഖ്യ 3-ൽ നിന്ന് 12% ഉയർന്നു. ഇതിൽ പോസിറ്റീവ് അന്വേഷണം നടത്തണമെന്ന് ഗോവ ആർച്ച് ബിഷപ്പിനോട് താൻ ആവശ്യപ്പെട്ടതായും ശ്രീധരൻ പിള്ള പറയുന്നു. പരാമർശത്തിൽ വിശദീകരണവുമായി ശ്രീധരൻ പിള്ള രംഗത്ത് വന്നിട്ടുണ്ട്. താൻ ഏതെങ്കിലും മതത്തെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെന്നും മതമലധ്യക്ഷന്മാർ വന്നപ്പോൾ അവരോട് പറഞ്ഞത് മാത്രമാണ് എന്നുള്ളതുമാണ് വിശദീകരണം. ജനസംഖ്യാനുപാതമായി പറഞ്ഞതല്ലെന്നും ശ്രീധരൻ പിള്ള പറയുന്നു. ഞാൻ ജനസംഖ്യാ ആനുപാതികമായി പറഞ്ഞതല്ല, ഏതെങ്കിലും മതത്തെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അവിടെ ഞാൻ പറഞ്ഞതിന്റെ കാരണം 35% അടുത്ത് ലിബറേഷന്റെ സമയത്ത് കത്തോലിക്ക സമുദായമാണ് മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. അടുത്ത കാലത്ത് ഞാനൊരു ലേഖനം വായിച്ചു, 26% അത് ചുരുങ്ങി, അതിലും താഴെയാണ്. അവിടുത്തെ മതത്തിന്റെ പ്രധാനപ്പെട്ട ആളുകൾ എന്നെ കാണാൻ വരും, ബിഷപ്പുമാർ വരും. അവരോട് ഇക്കാര്യം ഞാൻ പറഞ്ഞു. സംഖ്യ ഏത് മതത്തിൻ്റെതാണ്, പിന്നെ കൂടിയ ജനസംഖ്യയുള്ള മതം ഇപ്പോൾ കൂടി 12% എന്ന് പറയുന്നു. അത് പറയാൻ കാരണം അവിടുത്തെ ആളുകളുടെ വിശ്വാസം പുറത്തു നിന്ന് വരുന്നവരാണ് എന്നൊക്കെ വരുന്ന പ്രചാരണമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. യഥാർത്ഥ വസ്തുത എന്താണ്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, അതിനെപ്പറ്റിയാണ് സൂചിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുകയാണ്. അതേസമയം മണിപ്പൂരിൽ വടക്ക് കിഴക്കൻ മേഖലയിൽ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച കൂക്കി മേത്തി ഏറ്റുമുട്ടലിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. കൂക്കികളുടെ പ്രത്യേക സാമ്പത്തിക ആനുകൂല്യങ്ങളും ജോലിയും വിദ്യാഭ്യാസത്തിലുള്ള കോട്ടകളും മേത്തികളും അനുവദിക്കുന്ന കോടതി ഉത്തരവിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം മുതൽ മേത്തി കൂക്കി വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നത്. 1.5 വർഷമായിട്ടും സംഘർഷം തടയുന്നതിൽ കേന്ദ്ര സംസ്ഥാന BJP സർക്കാരുകൾ പരാജയപ്പെട്ടതോടെ ജനങ്ങൾ രോഷാകുലരാണ്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വാർത്തകൾ വിരൽ തുമ്പിൽ. യു വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.